ഒരു മാസക്കാലമായി അധികൃതരുടെ അനാസ്ഥ കാരണം കോഴിക്കോട് ബേപ്പൂർ ചാലിയം ജങ്കാർ സർവീസ് നിലച്ചിരിക്കുകയാണ്. ബേപ്പൂരിൽ നിന്ന് ചാലിയത്തേക്കും തിരിച്ചും കടവ് കടക്കാൻ യാത്രക്കാർ ഇപ്പോൾ 11 കിലോമീറ്റർ അധിക ദൂരമാണ് സഞ്ചരിക്കേണ്ടി വരുന്നത്. സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രക്ഷോഭം ആരംഭിച്ചു കഴിഞ്ഞു. ബേപ്പൂർ ചാലിയം ജങ്കാർ നിലച്ചതോടെ ഫറോക്ക് കരുവന്തിരുത്തി വഴി 11 കിലോമീറ്ററോളം അധികം ദൂരമാണ് യാത്രക്കാർക്ക് സഞ്ചരിക്കേണ്ടി വരുന്നത്. പലരും ജങ്കാർ നിലച്ചതറിയാതെ വന്ന് മടങ്ങിപ്പോവുകയാണ്. കാറും ലോറിയും ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങളടക്കം കടവ് കടക്കാൻ ഉപയോഗപ്പെടുത്തിയിരുന്ന ബേപ്പൂർ ചാലിയം ജങ്കാറാണ് ഒരു മാസക്കാലമായി നിലച്ചിരിക്കുന്നത്. ബേപ്പൂർ ഭാഗത്തെ ജങ്കാർ ജെട്ടിയിലൂടെ യാത്രക്കാരും വാഹനങ്ങളും കടക്കുമ്പോഴുള്ള അപകടാവസ്ഥയാണ് ജങ്കാർ നിർത്തിവെക്കാൻ കാരണം. കടലുണ്ടി ഗ്രാമപഞ്ചായത്താണ് യാത്രാ പ്രശ്നം പരിഹരിക്കേണ്ടതെങ്കിലും ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല. പഞ്ചായത്താണ് കരാറടിസ്ഥാനത്തിൽ ജങ്കാർ സർവീസിനായി കമ്പനിയെ നിയോഗിച്ചത്. കമ്പനി വാടകയ്ക്കെടുത്ത് സർവീസ് നടത്തിയ ജങ്കാറാണ് ജെട്ടിയുടെ അപകടാവസ്ഥ കാരണം നിർത്തിവെച്ചത്. ഇത് യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് ചെമ്മാട്, തിരൂര്, താനൂര് പല ഭാഗത്ത് പോണ യാത്രക്കാരുണ്ട്. അവർക്കൊക്കെ ഒരു എളുപ്പ ഒരു സഞ്ചാര മാർഗ്ഗമായിരുന്നു. ഇത് ഇവർ പറയുന്നത് ഇവിടെ ഇത് പൊളിഞ്ഞതിനെ കൊണ്ടാണ്. എന്നിട്ട് ജനങ്ങൾക്ക് അവിടെ ചെറുവണ്ണൂർ ജംഗ്ഷനിൽ ബ്ലോക്കാണ്. ഇത് കാരണം അവിടെ ഒന്നും പാടെ ബ്ലോക്ക് കൂടി ആ പോയ ഭാഗം മൊത്തം അടി രണ്ടാമത് കോൺക്രീറ്റ് ചെയ്തുകൊണ്ടാണ്. ശാസ്ത്രീയമായി ബോട്ട് ജെട്ടി നിർമ്മിച്ചാൽ മാത്രമേ ജങ്കാറിന് സുഗമമായി കരക്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. കടലുണ്ടി പഞ്ചായത്തിന് ജങ്കാർ സർവീസ് നടത്തുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജില്ലാ പഞ്ചായത്തിനെയോ കോർപ്പറേഷനെയോ ഏൽപ്പിച്ച് യാത്രാ പ്രതിസന്ധി പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അതേസമയം ബോട്ട് ജെട്ടി നിർമ്മിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണെന്ന് കടലുണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. എം രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. ജങ്കാർ നിലച്ചിട്ടും നടപടിയെടുക്കാത്തതിൽ നാട്ടുകാർ കടുത്ത പ്രതിഷേധത്തിലാണ്. ശാസ്ത്രീയമായ ജങ്കാർ ജെട്ടി നിർമ്മിക്കുന്നതിലൂടെ മാത്രമേ പ്രശ്നത്തിന് പരിഹാരം കാണാനാകൂ എന്നാണ് നാട്ടുകാർ പറയുന്നത്. ചില പ്രതികരണങ്ങൾ കേൾക്കാം. ഇത് മുടങ്ങിയിട്ട് ഒരു മാസത്തിനടുത്താണ്. കാരണം അത് പൊളിഞ്ഞിട്ടാണ് അവർ പറഞ്ഞത്. അത് നന്നാക്കണം, അല്ലപ്പോൾ ശരിയാവുള്ളൂ. അത് നന്നാക്കിയിട്ടില്ലെങ്കിൽ അവർക്ക് വളരെ സാധനം പിടിക്കാണ്ട് റാങ്ക് എന്ന് പറഞ്ഞ സാധനം, അപ്പോൾ അത് പിടിക്കാൻ കഴിയാത്ത പ്രശ്നത്തിലാണ്. വേറെ ഒന്നും നമ്മളതിനെ പറ്റിയൊന്നും അറിയില്ല. യാത്രക്കാർ എന്ന് പറഞ്ഞപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ എറണാകുളം വരെ പോകണ യാത്രക്കാർക്ക് വരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൽ എളുപ്പമാണ്. അവിടെ ബ്ലോക്കായി അതിന് ബുദ്ധിമുട്ട് ഇതിൽ എളുപ്പമായിട്ട് വരും. അപ്പോൾ അതിനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇവിടെ പില്ലർ വെച്ചിങ്ങാണ്ട് പണിയെടുത്താൽ അത് ഇടിയാണ്ടിക്കുള്ളൂ. ഇതിങ്ങനെ മണ്ണ് പോകണതിനനുസരിച്ച് ഇതിങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് പോവുകയാണ്. ഇപ്പോൾ ആദ്യമായിട്ടുള്ള ഇടിച്ചിലൊന്നുമല്ല, കുറേ ഇടിയുന്നത്. അപ്പം ഇനി എടുക്കാന്നുള്ള പില്ലർ ഇറക്കി പണിയെടുക്കണം. പില്ലർ ഇറക്കുമ്പോൾ ആ പില്ലറിൻ്റെ മുകളിൽ കോൺക്രീറ്റോടെ നിൽക്കും. എല്ലാം നല്ല മണ്ണ് വലിഞ്ഞ് ഇഞ്ഞി ഇടിക്കും. ഇനിയിപ്പോൾ തൽക്കാലം വെച്ച് ഇങ്ങനെ പണിയെടുത്തിട്ടും കാര്യമില്ല, ഇടിക്കും. എന്നുവെച്ചാൽ ഈ വെള്ളം ഇങ്ങനെ കയറുന്നതിന് മണ്ണ് താഴോണ്ട് വലിയും. അതിപ്പോൾ ഈ പോറ്റ് അങ്ങനെ ഉണ്ടായത് ആദ്യം. ഈ പോറ്റും അങ്ങനെ തന്നെയാണ്. പോറ്റിൻ്റെ കപ്പൽ പിടിക്കുന്ന സ്ഥലത്ത് അങ്ങനെ തന്നെ ഉണ്ടായത്. വയ്യ അത് പില്ലർ ഇറക്കി പണിയെടുത്തപ്പോഴാണ് അതിപ്പോൾ നിലവിൽ അങ്ങനെ നിൽക്കണത്. ഇത് യാത്രക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ കടലുണ്ടി പഞ്ചായത്തിന് മാത്രമല്ല എല്ലാ ജനങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. അപ്പം പ്രത്യേകിച്ച് ചെറുവണ്ണൂർ റോഡ് അവിടെ പണിയെടുക്കുന്നത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിൽ ഇപ്പോൾ ചാലിയത്ത് എത്തണമെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും പിടിക്കും. പറവത്ത് വഴി ചുറ്റി വരുന്നത് അവിടെ ബൈപ്പാസിനെല്ലാം വല്ല പണിയെടുക്കുന്നതിനെ കൊണ്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കോഴിക്കോട് നിന്ന് എം രാഗേഷ് നൽകും. രാഗേഷ്, നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്ന ജങ്കാർ നിലച്ചിട്ട് എന്തുകൊണ്ടാണ് അധികൃതർ ഒരു നടപടിയും എടുക്കാത്തത്? ഇത് പുനഃസ്ഥാപിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ? ബേപ്പൂർ ചാലിയം ജങ്കാർ എന്നാണ് നമ്മൾ പറയുകയെങ്കിലും ഈ ഒരു ജങ്കാർ എന്ന് പറയുന്നത് ഒരു രണ്ട് ചെറിയ പ്രദേശങ്ങളെ മാത്രം തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ജങ്കാറല്ല. അതായത് വടക്കൻ കേരളത്തിൽ നിന്നുള്ളവർ, കണ്ണൂർ, കോഴിക്കോട് ഉൾപ്പെടെയുള്ള ഭാഗത്തു നിന്നുള്ളവർ എറണാകുളം ഭാഗത്തേക്ക് മറ്റും പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു എളുപ്പമാർഗ്ഗം കൂടിയാണ് ഈ ബേപ്പൂർ ചാലിയം ജങ്കാർ എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, ദേശീയപാതയിൽ പ്രവൃത്തി പുരോഗമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. ഈ സാഹചര്യത്തിലൊക്കെ തന്നെ വളരെ എളുപ്പത്തിൽ പോകാവുന്ന ഒരു വഴിയാണ് ഈ ബേപ്പൂർ ചാലിയം ജങ്കാർ എന്നുള്ളത്. കാറും വലിയ ലോറികളും ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ആശ്രയിച്ചിരുന്ന ഈ ഒരു ജങ്കാറാണ് ഒരു മാസക്കാലമായി ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നത്. അപകടാവസ്ഥയാണ്. കാരണം ബേപ്പൂർ ജെട്ടിയുടെ നിർമ്മാണമാണ് ഇനി നടക്കേണ്ടത്. അതേസമയം തന്നെ കടലുണ്ടി ഗ്രാമപഞ്ചായത്തിനാണ് ഇതിൻ്റെ ചുമതല. കടലുണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ഈ 29-ാം തീയതി ടെൻഡർ തുറക്കുന്ന നടപടികളിലേക്ക് നീങ്ങുകയും
ജെട്ടിയുടെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പോഴും നമ്മുടെ മുന്നിലുള്ള ആശങ്ക എന്ന് പറയുന്നത് കാലാവസ്ഥ പ്രതികൂലമാണ്. അതുകൊണ്ട് തന്നെ ഈ നിർമ്മാണം എത്രമാത്രം നീണ്ടുപോകുമെന്നുള്ളതും ജനങ്ങൾക്കിടയിലും ആശങ്കയുണ്ട്. അതേസമയം ജനങ്ങൾക്ക്, അതായത് യാത്രക്കാർക്ക്, ബേപ്പൂർ ചാലിയത്തെ ആശ്രയിക്കുന്ന സാധാരണ യാത്രക്കാർക്ക് യാത്ര ചെയ്യുന്നതിനുള്ള ബോട്ട് സൗകര്യം ഏർപ്പെടുത്തുമെന്നും പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമ്മുടെ ടൂറിസം മന്ത്രിയുടെ മണ്ഡലം കൂടെയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ ഇടപെട്ട്, പ്രത്യേകിച്ച് പ്രാദേശിക തിരഞ്ഞെടുപ്പൊക്കെ തന്നെ വരാനിരിക്കുകയാണ്, നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ശരി, രാകേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. സർക്കാരിൻ്റെ ഇടപെടൽ തീർച്ചയായും വേണം. ധാരാളം പേര് ആശ്രയിക്കുന്ന ഒരു വഴിയാണ്, അല്ലെങ്കിൽ ജങ്കാറാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ നടപടിയെടുക്കും. രാകേഷ് സൂചിപ്പിച്ചതുപോലെ ടൂറിസം വകുപ്പ് മന്ത്രിയുടെയൊക്കെ കൂടി മണ്ഡലമായതുകൊണ്ട് തന്നെ നടപടികൾ അതിവേഗം പ്രതീക്ഷിക്കുകയാണ്.